വേറെ എനിക്ക് ഇഷ്ടമുള്ള ഡ്രസ്സ് ഏതെന്ന് ചോദിച്ചാൽ ഞാൻ സാരി എന്നേ പറയുള്ളൂ. കാരണം എന്താണെന്ന് വെച്ചാൽ സ്വന്തമായിട്ട് സാരി കൊടുക്കാനാണെങ്കിലും വേറെ ഒരാൾക്ക് ഡ്രിപ്പ് ചെയ്ത് കൊടുക്കാനാണെങ്കിലും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇനി തേച്ച് മര്യാദയ്ക്കാക്കി ഒട്ടിക്കണ പാകത്തിനാക്കി എടുക്കണം. ഞാനെപ്പോഴും മുന്താണിക്കുള്ള പ്ലീറ്റ്സാണ് ആദ്യം എടുത്ത് വെക്കുന്നത്. ആദ്യം എന്തായാലും മുന്താണിക്ക് അതൊരു ലെങ്ത്ത് വേണമെന്നുള്ളത് നമ്മൾ നോക്കണം. ജസ്റ്റ് റഫായിട്ട് നോക്കിയാൽ മതി. എന്നിട്ട് കൈ കൊണ്ട് റഫായിട്ട് തന്നെ ഒരു പ്ലീറ്റ്സ് എടുക്കുക. എന്നിട്ട് അവിടെ ക്ലിപ്പ് കുത്തി സെക്യൂർ ചെയ്യും. എപ്പോഴും നമുക്ക് വേണ്ട വീതി എപ്പോഴും നോക്കണം. അതായത് ചിലർക്ക് വീതി കൂടുതൽ വേണം, ചിലർക്ക് വീതി കുറവ് വേണം. ആകെ കസവിൻ്റെ വീതിയും കുറച്ച് വിട്ടിട്ട് ഉള്ള വിത്താണ് എടുത്തിട്ടുള്ളത്. അപ്പം അത്രയും വിട്ടിൽ ഞാൻ പ്ലീറ്റ്സ് റഫായിട്ട് എടുത്തു. എന്നിട്ട് അവിടെ ക്ലിപ്പ് കുത്തി വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഇനി എടുക്കുന്നതെല്ലാം നല്ല പെർഫെക്റ്റ് ആയിട്ട് എടുക്കണം. പെർഫെക്റ്റ് ആയിട്ട് ഓരോ പ്ലീറ്റ്സ് വെച്ചിട്ട് ശരിക്കും നോക്കി, അതായത് ഞാൻ യൂസ് ചെയ്യുന്ന 2 ഫിംഗേഴ്സ് വെച്ചിട്ട് കറക്റ്റായിട്ട് ഓരോ പ്ലീറ്റ്സിൻ്റെയും സൈഡിൽ കൂടെ ചെക്ക് ചെയ്ത് കറക്റ്റായിട്ട് നോക്കിയാണ് ചെയ്യുന്നത്. ഇങ്ങനെയാണ് ചെയ്താൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. എന്താണ് കഴിഞ്ഞ് പിന്നെ ഞാനിനി ചെയ്യണത് സെൻറ്റർ പ്ലീറ്റ്സ് എടുക്കുകയാണ്. സെൻറ്ററിൽ നമുക്ക് എന്തോരം പ്ലീറ്റ്സ് വേണമെന്ന് അറിയണമെങ്കിൽ ഇപ്പോഴത്തെ മുന്താണി എടുത്ത് പുറകിലോട്ട് ഇടുക. സാധാരണ സാരി ഡ്രൈപ്പ് ചെയ്യുന്നത് പോലെ റൈറ്റ് സൈഡിൽ ഫസ്റ്റ് പിൻ ചെയ്ത് സ്റ്റാർട്ട് ചെയ്യുക. റൈറ്റ് സൈഡിൽ കുത്തുക. പിന്നെ ഒന്ന് കറക്കി എടുത്തിട്ട് ജസ്റ്റ് ഫ്രണ്ടിൽ വെച്ചിട്ട് സെൻറ്റർ പ്ലീറ്റ്സ് എവിടെ നിന്ന് വേണം എന്തോരം വേണമെന്ന് ജസ്റ്റ് റഫായിട്ട് എടുക്കാം. പിന്നെ അവിടെ ഒരു സേഫ്റ്റി പിൻ വെച്ച് സെക്യൂർ ചെയ്തിട്ട് നമ്മൾ വീണ്ടും ടേബിളിൽ ഇടുക. പ്ലീറ്റ്സിനൊക്കെ ഒന്നും കൂടെ ഒന്ന് അടുക്കി വൃത്തിയാക്കി സേഫ്റ്റി പിൻ കുത്തി വയ്ക്കണം. എന്നിട്ട് പിന്നെ ഓരോ പ്ലീറ്റ്സിൻ്റെ അറ്റം കറക്റ്റായിട്ട് അത്ര ധൃതി വെച്ച് ഓടിച്ചിട്ട് ചെയ്യാണ്ട് കുറച്ച് ടൈം എടുത്ത് തന്നെ കുറച്ച് വൃത്തിയായിട്ട് എടുക്കുക. എന്നിട്ട് അവിടെയും കറക്റ്റായി വന്നു കഴിഞ്ഞാൽ ഒരു സേഫ്റ്റി പിൻ കുത്തി സെക്യൂർ ചെയ്യുക. അതിനുശേഷം നേരത്തെ നമ്മൾ മുന്താണി ചെയ്ത പോലെ തന്നെ അതിൻ്റെ സെൻറ്റർ ഭാഗവും ഞാൻ പറഞ്ഞില്ലേ, നമ്മളെപ്പോഴും ഫിംഗേഴ്സ് വെച്ചിട്ട് ഇങ്ങനെ ചെക്ക് ചെയ്യണം കറക്റ്റായിട്ട് വന്നിട്ടുണ്ടോ എന്ന്. അതുപോലെ കറക്റ്റായിട്ട് വന്നിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്തിട്ട് വീണ്ടും അയൺ ബോക്സ് കൊണ്ട് കറക്റ്റാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ മാത്രം തേക്കുക. അല്ലെങ്കിൽ പിന്നെ ആ പാട് വീണ്ടും അവിടെ തന്നെ കിടക്കും വീണ്ടും രണ്ടാമത് തേക്കുമ്പോൾ. അതുകൊണ്ട് കറക്റ്റാണെങ്കിൽ മാത്രം നന്നായിട്ട് തേച്ച് കൊടുക്കുക. ഇപ്പോൾ സെൻറ്റർ പ്ലീറ്റ്സ് നമ്മളെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഈ സെൻറ്റർ പ്ലീറ്റ്സ് എടുത്ത് കഴിഞ്ഞിട്ട് അതിന് സെൻറ്ററിൽ ഒരു സേഫ്റ്റി പിൻ കുത്തി വെക്കിയിട്ട് നമ്മൾ വേറെ ചെയ്യുമ്പം, അതായത് സാരി ഉടുക്കുന്ന ടൈമിൽ ഈ പിന്നൊന്നും കാണില്ല. അത് ജസ്റ്റ് ഇപ്പോൾ ഫോൾഡ് ചെയ്ത് ഞാൻ ബോക്സ് ഫോൾഡ് ചെയ്താണ് വെക്കുന്നത്. അപ്പോൾ ഫോൾഡ് ചെയ്യുന്ന ടൈമിൽ അത് പോകാണ്ടിരിക്കാൻ വേണ്ടി ജസ്റ്റ് സേഫ്റ്റി പിൻ കുത്തി വെച്ചേക്കുന്നതാണ്. സെൻറ്റർ പ്ലീറ്റ് നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് ഫോൾഡ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം നമുക്ക് ടേബിളിലോട്ട് ഫസ്റ്റത്തെ പോർഷൻ ഇടുക. അത് കഴിഞ്ഞ് സെൻറ്റർ പ്ലീറ്റ്സ് എടുത്തത് അതിൻ്റെ മുകളിലോട്ട് തന്നെ ഞാനിപ്പം ഈ വീഡിയോയിൽ കാണുന്ന രീതിക്ക് തന്നെ നിങ്ങൾ ചെയ്യണം. അതുപോലെ വയ്ക്കുക. പിന്നെ അടുത്ത ഭാഗം അതേ പാർട്ടീഷനായിട്ട് വീണ്ടും അതുപോലെ മടക്കുക. പിന്നെ പ്ലീറ്റ്സൊക്കെ സെറ്റ് ചെയ്തിട്ട് വൃത്തിയാക്കി ഇങ്ങനെ ഫോൾഡ് ചെയ്ത് വയ്ക്കുക. ബാക്കി വരുന്ന മുന്താണിയുടെ ഭാഗം ചുറ്റിയെടുത്ത് ഇതുപോലെ തന്നെ വൃത്തിയായിട്ട് ഫോൾഡ് ചെയ്ത് വയ്ക്കുക. ഇത് പിറ്റേ ദിവസം രാവിലെയോ 2 ദിവസം കഴിഞ്ഞോ എപ്പോഴേലും ഒടുക്കാം. ഒടുക്കുന്നതിന് മുന്നേ എങ്ങാനും വല്ല ചുളിവ് ഫീൽ ചെയ്യുവാണെങ്കിൽ സ്ട്രൈറ്റ്നർ കൊണ്ട് ജസ്റ്റ് ഒന്ന് പിടിച്ചു കൊടുത്താൽ മതി.